ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. പരബ്രഹ്മസ്വരൂപനായ സ്വാമി തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. അറിവിന്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ, പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജി മാം, പ്രിയ മേഘ ടീച്ചർ, ഗ്രൂപ്പിന്റെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി, അഡ്മിൻ പാനൽ അംഗങ്ങളെ, ഗ്രൂപ്പിനെ പ്രാർത്ഥനകളാൽ ധന്യമാക്കി തീർക്കുന്ന ആത്മബന്ധുക്കളെ, ഗുരുസ്ഥാനീയരെ, കുഞ്ഞുമക്കളെ, ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. മഹാഗുരുവിൻ്റെ ചരിതങ്ങളും കൃതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മഹനീയമായ തീർത്ഥയാത്രയാണ് ചതയം മുതൽ ചതയം വരെ എന്ന പേരിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമാകാനായിട്ട് എനിക്ക് സാധിച്ചത് തീർച്ചയായിട്ടും വലിയൊരു ഗുരുകാരുണ്യമായി ഞാൻ കാണുന്നു. ഇന്ന് കന്നിമാസം 9-ാം തീയതി ശ്രീനാരായണ ഗുരുവിൻ്റെ അനന്തരഗാമിയായ ബോധാനന്ദ സ്വാമിയുടെ സമാധി ദിനാചരണമാണ്. ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ എന്നാണ് പ്രിയ ശിഷ്യനെ പറ്റി ഗുരു പറഞ്ഞിട്ടുള്ളത്. അത്രയും ത്യാഗിയായ ബോധാനന്ദനെ നമുക്ക് സ്മരിക്കാം. ബോധാനന്ദ സ്വാമി ധർമ്മപട സംഘം എന്ന് പറഞ്ഞ വലിയൊരു സംഘടനയുടെ നേതാവായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ജാതി വ്യത്യാസത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഏറെ അനുഭവിച്ചത് കൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയുടെ, ജാതി വ്യത്യാസത്തിൻ്റെ ഏറ്റവും തിക്തഫലം ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ക്ഷേത്രങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നും, അതുകൊണ്ട് ക്ഷേത്രപ്രതിഷ്ഠയെ എങ്ങനെയെങ്കിലും എതിർക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ക്ഷേത്രപ്രതിഷ്ഠ നടത്താൻ തയ്യാറെടുക്കുന്നവരെ ഒക്കെ പോയി അവരുടെ സംഘം പോയി തടുക്കുകയും അവരെ കായികമായിട്ട് നേരിടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഘത്തിൻ്റെ നേതാവായിരുന്നു ബോധാനന്ദൻ. ആ സമയത്താണ് ശ്രീനാരായണ ഗുരു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് തലശ്ശേരിയിൽ എത്തുന്നത്. അപ്പോൾ താൻ ഏത് ക്ഷേത്രപ്രതിഷ്ഠയാണ് എതിർക്കാൻ ശ്രമിക്കുന്നത്, അതേ കാര്യത്തിനായിട്ട് ശ്രീനാരായണ ഗുരു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രാങ്കണത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗുരുവിനെ പോയി കാണണം, അത് എതിർക്കണമെന്ന് തന്നെ ഉള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിനെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഉടനെ ബലപ്രയോഗം വേണ്ട എന്ന് കരുതി ഗുരുവിനെ കാണാനായിട്ടാണ് ബോധാനന്ദ സ്വാമി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര അങ്കണത്തിലേക്ക് എത്തുന്നത്. ക്ഷേത്രപ്രതിഷ്ഠ നടന്നിട്ടില്ല. ക്ഷേത്രപ്രതിഷ്ഠയ്ക്കുള്ള ആലോചന കാര്യങ്ങളൊക്കെ ആയിട്ട് ഗുരു അവിടെ വന്നു പോകുന്നതാണ്. അപ്പോൾ ഗുരു അവിടെ വിശ്രമിക്കുന്ന സമയത്താണ് ബോധാനന്ദൻ ആദ്യമായിട്ട് മഹാഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഗുരുവിനെ എതിർക്കണം, ഗുരു എന്ത് പ്രവൃത്തി ഉദ്ദേശിച്ചിട്ടാണോ അവിടെ വന്നിട്ടുള്ളത് അത് തടയണം എന്ന് തന്നെ കരുതിയാണ് ബോധാനന്ദൻ ഗുരുവിൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുന്നത്. ഗുരുവിൻ്റെ തൊട്ട് മുൻപിൽ ചെന്നപ്പോൾ ചെന്താറുമങ്ങും മുഖം, ചേതന നയനയുഗം, ആ ചാരു നെറ്റിത്തടം ഒക്കെ കണ്ടപ്പോൾ ഗുരുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയ പാടെ ബോധാനന്ദൻ്റെ ഉള്ളിൽ വലിയൊരു പരിവർത്തനം വരികയാണ്. ഏത് ഗുരുവിനെയാണോ എതിർക്കാൻ വന്നത് അതേ ഗുരുവിലേക്ക് ആ ബോധാനന്ദൻ, ആ ഗുരുവിൻ്റെ മുൻപിൽ ആ ബോധാനന്ദൻ ഒന്നുമല്ലാതായി തീരുന്ന പോലെ ബോധാനന്ദ സ്വാമിയിൽ വലിയൊരു പരിവർത്തനം വരികയും അദ്ദേഹം ആ ഗുരുവിനെ നമസ്കാരം ചെയ്യുകയുമാണ്. എന്നിട്ട് തിരിച്ചുപോയി ഒരു സന്യാസിയുടെ എല്ലാ ഉപചാരങ്ങളോടും കൂടി തന്നെ ഗുരുവിനെ കാണാൻ വന്ന് ഗുരുവിൻ്റെ സവിധത്തിലെത്തി ഗുരുവിനെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് ഗുരുവുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. അന്ന് ബോധാനന്ദനോട് ഗുരു പറഞ്ഞു, മതഖണ്ഡനമരുത്, കാണുന്നവർക്കെല്ലാം സന്യാസ ദീക്ഷ കൊടുക്കരുതെന്ന് പറഞ്ഞു. പിന്നീട് ബോധാനന്ദ സ്വാമിയുടെ ധർമ്മപട സംഘം ഗുരുവിൻ്റെ സംഘവുമായിട്ട് വന്ന് ചേരുന്നുണ്ട്. ബോധാനന്ദൻ ഗുരുവിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിച്ചേർന്നു. ആ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് തന്നെ വന്ന് ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി തീരുകയും പിന്നീട് ഗുരുവിൻ്റെ അനന്തരഗാമിയായി തീരാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് ജാതി വ്യവസ്ഥയെ എതിർക്കാനായിട്ട്, ഏത് ക്ഷേത്രപ്രതിഷ്ഠയെ എതിർക്കാനായിട്ടാണോ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് അന്ന് ആദ്യമായിട്ട് ബോധാനന്ദൻ എത്തിയത്, അതേ ക്ഷേത്ര സന്നിധിയിൽ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പഞ്ചലോഹ വിഗ്രഹം, ഗുരുവിൻ്റെ പ്രതിമ, ഗുരു സശരീരനായിരുന്ന കാലത്ത് ആദ്യമായിട്ട് ഗുരുവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണല്ലോ. ആ ഗുരുവിൻ്റെ ആ ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചത് ബോധാനന്ദ സ്വാമി തന്നെയാണ്.
ഗുരു എന്ത് പറഞ്ഞാലും അതുപോലെ അക്ഷരം വിടാതെ കേൾക്കുമായിരുന്നു ബോധാനന്ദൻ സ്വാമി. ബോധാനന്ദ സ്വാമിയും ഗുരുവും തൃശ്ശൂർ കുറുക്കഞ്ചേരി ക്ഷേത്രത്തിലിരിക്കുന്ന സമയത്താണ് ചാ ചാവക്കാടുള്ള വാടാനപ്പള്ളിയിലുള്ള വൈകാട്ടിൽ ശങ്കരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീടിന് സമീപമെല്ലാം കടല് കടൽത്തിര ആഞ്ഞടിച്ച് സുനാമി തിര വന്ന് അവിടെയൊക്കെയുള്ള വീടുകൾ കടലിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ വൈകാട്ടി ശങ്കരൻ ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. രക്ഷിക്കണം സ്വാമി, ഞങ്ങളുടെ വീട് കൊണ്ടുപോകും സ്വാമി, രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് ഗുരു ബോധാനന്ദനോട് പറഞ്ഞു, ബോധാനന്ദൻ അവിടെ പോയി കിടക്കുമെന്ന് പറഞ്ഞു. ഗുരുവിൻ്റെ വാക്ക് എന്താണെങ്കിലും അത് തൻ്റെ ജീവൻ പോകുമോ എന്നൊന്നും ഒരു ചിന്ത പോലും ഇല്ലാതെ അത് അനുസരിച്ചുകൊണ്ട് ബോധാനന്ദൻ അവരുടെ കൂടെ ചെല്ലുകയും വൈകാട്ടി ശങ്കരൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ആ ഒരു കടൽ തിരമാല ആഞ്ഞടിച്ചു വരുന്ന പ്രദേശത്ത് ബോധാനന്ദ സ്വാമി കിടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ബോധാനന്ദൻ്റെ ആ അടുത്തേക്ക് ആഞ്ഞടിച്ചു വന്ന തിരമാലയൊക്കെ തന്നെ സ്വാമിയൊന്നും തൊടാതെ, അദ്ദേഹത്തൊരു തുള്ളി വെള്ളം പോലും സ്പർശിക്കാതെ അലറി വന്ന തിരമാലകൾ പതിയെ പതിയെ ശാന്തമായി തിരികെ പോവുകയും ആ കടലാക്രമണം അവിടെ അവസാനിക്കുകയും ചെയ്തു. പിറ്റേന്ന് ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് എത്തുന്നവരെ ബോധാനന്ദൻ അതേ സ്ഥലത്ത് കിടന്നു എന്നാണ് അറിയുന്നത്. ഇന്നും ആ സ്ഥലത്ത് തിരമാല, ഒരു സുനാമി പിന്നീട് വന്നപ്പോൾ പോലും ആ ഭാഗത്തേക്ക് വെള്ളം കയറിയില്ല. ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ എന്ന് ഗുരു പറഞ്ഞത് വെറുതെ അല്ല. ഗുരുവിൻ്റെ രോഗാവസ്ഥയെല്ലാം ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കിയത് ബോധാനന്ദ സ്വാമിയെ തന്നെയായിരുന്നു. ഗുരുവിൻ്റെ മഹാസമാധിയുടെ അടുത്തപ്പോൾ തന്നെ ബോധാനന്ദ സ്വാമിയുടെ അവസ്ഥയും വളരെ കഷ്ടത്തിലാവുകയായിരുന്നു. ബോധാനന്ദ സ്വാമിയുടെ ശാരീരികാവസ്ഥ കണ്ടിട്ട് ഇപ്പോൾ അനന്തരഗാമി മുൻഗാമി ആകുമോ എന്ന് ശിഷ്യന്മാർ തെല്ല സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു അതിന് ഉത്തരം നൽകുന്നുണ്ട്. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല, കന്നി 5 കഴിയുമെന്ന്. കന്നി 5-ന് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി കഴിഞ്ഞപ്പോൾ തന്നെ ബോധാനന്ദ സ്വാമിയുടെ അവസ്ഥ ഏറെ കഷ്ടമായിരുന്നു. ജ്വരമെല്ലാം കൂടി വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കന്നിമാസം 8-ാം തീയതി രാത്രി അസുഖം ഒരുപാട് കൂടുകയും 9-ാം തീയതി വെളുപ്പിന് 3:30 മണിയോട് കൂടിയിട്ട് ബോധാനന്ദ സ്വാമി പറയുന്നു, ചക്രവാള സീമയിൽ നിന്നും തൃപ്പാദങ്ങൾ ഇതാ നമ്മെ മാടി വിളിക്കുന്നു എന്ന്. തൃപ്പാദങ്ങളില്ലാത്ത ആ കസേര നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഗുരുവിനോടൊപ്പം തന്നെ ആ അനന്തരഗാമിയും പോവുകയാണ്. നമുക്ക് പോകാൻ സമയമായി, തൃപ്പാദങ്ങളുടെ കൂടെയല്ലേ, തൃപ്പാദങ്ങൾ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പോകാനും ഭാഗ്യം സിദ്ധിച്ച ഏറ്റവും ശ്രേഷ്ഠനായ, ഏറ്റവും ത്യാഗിയായ ബോധാനന്ദൻ എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ്റെ സമാധി ദിനമാണ് ഇന്ന്. ആ ബോധാനന്ദനെ നാം തീർച്ചയായിട്ടും ഗുരുവിൻ്റെ മഹാസമാധിയുടെ ഒപ്പം തന്നെ ബോധാനന്ദ സ്വാമിയുടെ സമാധി ദിനവും നമ്മൾ അത്രയും പ്രാധാന്യത്തോടു തന്നെ കരുതേണ്ടതുണ്ട്. ബോധാനന്ദ സ്വാമി എല്ലാ ശിഷ്യന്മാർക്കും ഒരു ഗുരുവിനോടുണ്ടായിരിക്കേണ്ട ഒരു ഭക്തിയുടെയും ആദരവിൻ്റെയും ഒക്കെ ഏറ്റവും നല്ലൊരു മാതൃക എന്ന് തന്നെ പറയാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ബോധാനന്ദ സ്വാമിയുടെ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ 4 വരി ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ച് ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. ആ ഗുരുവര്യനെയും വരിച്ചുകൊണ്ട് ആ ധ്യാനത്തിൽ തന്നെ ബോധാനന്ദൻ ലയിച്ചു. ബോധാനന്ദ സ്വാമിക്ക് ഈ മഹാസമാധി ദിനത്തിൽ ഹൃദയം നിറഞ്ഞ പ്രണാമം നേരുന്നു. എല്ലാവരെയും ഗുരു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.